ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒഴിച്ചടയാണ്. നമ്മൾ ഇലയിൽ വാഴയിലയിൽ നമ്മൾ ഒഴിച്ച് പരത്തി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഒഴിച്ചട എന്ന പേര് വന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ ഒഴിച്ചടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. ഇനി മധുരം കഴിക്കാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അടയാണിത്. നമ്മൾ സാധാരണ അടയിലൊക്കെ മധുരം വെച്ചാണല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ട് വെജിറ്റബിളൊക്കെ വെച്ച് ഒരട ഉണ്ടാക്കുകയാണ്. അത് വളരെ ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി അടയാകുമ്പോൾ അവർ കഴിച്ചോളും. വെജിറ്റബിളൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പടയാണിത്. മധുരം ഉപയോഗിക്കാത്തവർക്കും മധുരം ഇഷ്ടമില്ലാത്തവർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏത് സമയം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്കതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾക്ക് ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾക്കത് ഒത്തിരി വെള്ളം അങ്ങ് നീണ്ടു പോകരുത്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ മാവ് ഇരിക്കുന്നത്. നമ്മൾക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി നീണ്ടും പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി കുറുകിയും പോകരുത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം എള്ളും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കഴുകി ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നിങ്ങൾക്ക് അത്രയും വേണ്ട എങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അതും വെളിച്ചെണ്ണയായിരിക്കണം. ഇനി ഞാനൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചു. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേ നമ്മൾക്ക് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ അരിയണം. സവോള ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മളുടെ മാവിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കുക. ഞാനിപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണ്, 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. അതും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പം നമ്മളുടെ സവോളയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് ഒത്തിരി അങ്ങ് മുരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾ, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ ഒരു 3-4 ബീൻസും കൂടി അരിഞ്ഞ് 2 കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് മസാല ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് മൂത്തതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തു. മസാലകൾ അത്രയും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അതിനായിട്ട് നമ്മൾക്ക് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മളുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന്
ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾക്ക് നടുക്ക് വെജിറ്റബിളൊക്കെ ഒരു നടുക്ക് മാറ്റി വെച്ച് നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അങ്ങോട്ട് ഒരു മുട്ട മതി. ഒരു മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി അത് മൂടി വയ്ക്കാം. അതിലേക്ക് സ്വല്പം ഉപ്പ് നമുക്കൊന്ന് വിതറി കൊടുക്കാം. ആ മുട്ടയുടെ മുകളിലേക്ക് ലേശം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനത് മൂടി വെച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഒന്ന് പതുക്കെ ആ മുട്ട ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി അത് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെന്ത് വരണം. ഇപ്പം നമ്മളത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി ആ മുട്ട വെജിറ്റബിളും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മളുടെ ആ മുട്ടയും വെജിറ്റബിളും എല്ലാം ചേർന്ന് നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം ഞാൻ ഒരു ലേശം ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല. ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തു. ഇത്രയും മതി. ഇനി നമ്മളുടെ വെജിറ്റബിൾ റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. ഇത്രയും വെന്ത് കഴിയുമ്പോഴും വെജിറ്റബിളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു പിടി മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മല്ലിയില ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. അത്രേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളുടെ ചൂട് ഇരിക്കുന്നത്. ഒന്ന് ഇളക്കി നമ്മളുടെ ആ മല്ലിയിലയൊക്കെ ആ മസാല ഒന്ന് പിടിക്കുന്ന വിധം ഒന്ന് ഇളക്കി അതുപോലെ ഒന്ന് ആ മല്ലിയിലയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ആറാനായിട്ട് വയ്ക്കാം നമ്മളുടെ മസാല. നമ്മളുടെ മസാലയൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടയുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇല വയ്ക്കുകയാണ്. വാട്ടിയെടുത്ത ഇലയാണ്. ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് ആ ഇലയിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ അതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മളുടെ മാവ് ഇളക്കിയതിന് ശേഷം ഒരു തവി അതിലേക്കൊന്ന് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്തി കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ മസാല നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മസാല നമ്മൾക്ക് ഒരു സൈഡിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മടക്കി ജസ്റ്റ് ഒത്തിരി ഒന്ന് അമർത്തണ്ട, ജസ്റ്റ് ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇതിൻ്റെ വെച്ച് ഞാൻ എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇതുപോലെ ഒരു തവി ഒഴിച്ച് ഇതുപോലെ പരത്തി വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം.
അതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. പല രീതിയിൽ പല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. എല്ലാ ദിവസവും ഒരേ പലഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓരോ ദിവസവും മാറി മാറി ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവർ വയറ് നിറച്ച് കഴിച്ചോളും. അങ്ങനെ അതും ഞാൻ അതുപോലെ ഉണ്ടാക്കി എടുത്തു. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഗ്യാസ് കത്തിച്ച ഒരു ഇഡ്ഡലി പാത്രം ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തട്ട് അതിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച അടകളെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനെല്ലാം വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കത് അടച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടകളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പതുക്കെ നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, നമ്മളുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആറാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇലയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. കണ്ടോ, നമ്മളുടെ ഒഴിച്ചട കണ്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.